അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലായി ജീവിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ച് മതിമറന്ന് സ്നേഹിച്ച് മുത്തുനബിയിലായി സ്വലാത്തിലായി ലയിക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ പാരമ്പര്യത്തിനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഇന്ന് ഒരുപാട് പേരുകളിലുള്ള സ്വലാത്തുകൾ നമുക്ക് കാണാൻ കഴിയും. സ്വലാത്ത് ഇബ്രാഹിമിയ, സ്വലാത്തു നാരിയ, സ്വലാത്തുൽ ഫാത്തിഹ്, സ്വലാത്തു താജ്, ഇങ്ങനെ ഒരുപാട് പേരുകളുള്ള ഇനിയും ഒരുപാട് സ്വലാത്തുകളുണ്ട്. ആ ഓരോ സ്വലാത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുമുണ്ട്. എന്നാൽ ഈ സ്വലാത്തുകളൊക്കെ എത്തിപ്പെടുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. മുത്തുനബിയെ കുറിച്ചാണ് ആ സ്വലാത്തിൽ മുഴുവനും പറയുന്നത്. ഏത് സ്വലാത്ത് എടുത്തു നോക്കിയാലും അതിൽ പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അവിടത്തേക്കുള്ളതാണ് മുഴുവൻ സ്വലാത്തും എന്ന് പറയുന്നത്. നമ്മൾ ദുനിയാവിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ വഫാത്തിന് ശേഷവും ഇങ്ങനെ കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ദുനിയാവിലുള്ള ഓരോ ആളുകളും അവർ ചെയ്യുന്ന നന്മകളും അവർ ചെയ്യുന്ന തിന്മകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കും. അപ്പോ നമ്മളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ നന്മ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷിക്കും. നമ്മൾ ചെയ്യുന്നത് തിന്മയാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിഷമമുണ്ടാകും. നമ്മളെ ഓരോ ആളുകളെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ.